നിന്റെ ഉയർച്ചയെ ആഗ്രഹിക്കുന്ന പലരുണ്ട്. നീ അനുഗ്രഹിക്കപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്ന പലരുണ്ട്. അതിൽ ഒന്നാമത്തെ ആൾ നിൻ്റെ അപ്പനാ, നിൻ്റെ അമ്മയാ, നിൻ്റെ പാസ്റ്ററാ, നിൻ്റെ സൺഡേ സ്കൂൾ അധ്യാപികയാ, നിൻ്റെ അധ്യാപകരാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം നിന്നെ ഉയർത്തുമ്പോൾ, ദൈവം നിന്നെ മാനിക്കുമ്പോൾ, ദൈവം നിൻ്റെ അവസ്ഥ മാറ്റുമ്പോൾ, നിനക്ക് വേണ്ടി കരഞ്ഞവർ നീ നിമിത്തം കരയാനിടവരരുത്. നിന്റെ ഉയർച്ച ആഗ്രഹിച്ചവർ നീ നിമിത്തം കരയരുത്. ഞാൻ പിള്ളേരോട് പറയും, മക്കളെ, സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കാൻ ഒത്തിരി ആൾ കാണും നിൻ്റെ കൂടെ. പക്ഷെ കരയുമ്പോൾ കൂടെ കരയാൻ അധികം ആൾ കാണില്ല. നീ സന്തോഷിക്കുമ്പോൾ നിൻ്റെ കൂടെ സന്തോഷിച്ചവരെ മറന്നാലും നീ കരഞ്ഞപ്പോൾ നിൻ്റെ കൂടെ കരഞ്ഞവരെ മറക്കരുത്. ഇതൊക്കെ പ്രസംഗിക്കേണ്ടത്. അമ്മ എന്നെക്കുറിച്ച് ദുഃഖിക്കരുത്. എത്ര മക്കൾക്കുണ്ട് ചിന്ത? പിടിയരി തിന്നെ വളർന്നവൾ അമ്പലത്തിന് ചുറ്റും വലം വെക്കുന്നു. നിനക്ക് നന്ദിയുണ്ടോ ദൈവത്തോട്? ഞാൻ കല്യാണം ഒത്തിരി നടത്തുന്ന ആളറിയാം. കഴിഞ്ഞ ചില മാസങ്ങൾക്കുള്ളിൽ കോടതി വരാന്തയിൽ സ്ട്രോക്ക് വന്ന് വീണ അപ്പന്മാരുടെ എണ്ണം 300-ലധികം വരും. അതൊന്നും വാർത്തയല്ല. കാർഡിയാക് അറസ്റ്റ് വന്ന് വീണ അമ്മമാരുടെ എണ്ണം അത്രയും വരും. 20 വർഷം ഒരമ്മ നൽകുന്ന സ്നേഹം, 25 വർഷം ഒരപ്പൻ നൽകുന്ന സ്നേഹം. ഒരു ചെറുക്കൻ പല്ലിളിച്ച് കാണിച്ചാൽ അവൻ്റെ പുറകിന് പോവും. ഒരു പെണ്ണ് കണ്ണടച്ച് കാണിച്ചാൽ അവിടെ പുറകിന് പോവും. മിസ്സിങ്, ആളെ കാണാനില്ല, മോളെ കാണാനില്ല, മോനെ കാണാനില്ല. ഒടുവിൽ അവർ തന്നെ ഹാജരാകും കോടതി വരാതെ. ജഡ്ജി ചോദിക്കും, 20 വർഷം ഉടുപ്പിച്ച്, തിന്നാതെ നിന്നെ തീറ്റി, ഉറങ്ങാതെ നിന്നെ ഉറക്കി വളർത്തിക്കൊണ്ടുവന്ന അപ്പനെ വേണോ? നിനക്ക് വേണ്ടി കരഞ്ഞ പട്ടിണി കിടന്ന അമ്മയെ വേണോ? അതോ ഇന്നലെ പല്ലിളിച്ച ചെറുക്കനെ വേണോ? കണ്ണടച്ച പെണ്ണിനെ വേണോ? നിർദാക്ഷിണ്യം അവർ പറയും, അപ്പനെ വേണ്ട, അമ്മയെ വേണ്ട. അപ്പൻ ഇപ്പം എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്ന കേൾക്കുകയും താഴോട്ടൊരു വീഴ്ചയാ, എഴുന്നേറ്റിട്ടില്ല. ഇതിനകത്ത് വന്ന് ഇറങ്ങുന്ന ഓരോ കുഞ്ഞും തീരുമാനം എടുത്തോണം, എനിക്കായി കരഞ്ഞവർ ഞാൻ നിമിത്തം ദുഃഖിക്കാനിട വരുത്തത്തില്ല. എനിക്കായി പ്രാർത്ഥിച്ചവർ ഞാൻ നിമിത്തം ദുഃഖിക്കരുത്. നിന്റെ അപ്പൻ നീ നിമിത്തം കരയാനിട വരരുത്.